JSS പിളർന്നു. UDF മുന്നണി വിടാനുള്ള JSS ജനറൽ സെക്രട്ടറി KR ഗൗരിയമ്മയുടെയും ഒരു വിഭാഗം നേതൃത്വത്തിന്റെയും തീരുമാനത്തിൽ ഭൂരിഭാഗം പ്രവർത്തകർക്കും എതിർപ്പാണെന്ന് പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് AN രാജൻ ബാബു. ഇപ്പോൾ UDF മുന്നണി വിടുന്നതിൽ മതിയായ കാരണങ്ങളില്ലാത്തതിനാൽ UDFൽ ഉറച്ചു നിൽക്കുമെന്നും AN രാജൻ ബാബു ആലപ്പുഴയിൽ പറഞ്ഞു. UDF വിടുന്നതിന് മതിയായ കാരണങ്ങൾ ബോധ്യപ്പെടുത്തിയില്ല എന്നുള്ളത് പറഞ്ഞപ്പോൾ അവരെ ശാരീരികമായി ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിൽ ഒരു പ്രസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നതിന് യോജിച്ചു പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. ഭൂരിപക്ഷം വരുന്ന ആൾക്കാരും JSS UDFൽ തുടരണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് JSS UDFൽ തുടരും എന്ന്. JSS 6ാം സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രമേയത്തിൽ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഭൂരിഭാഗം പേരും UDF വിടേണ്ട എന്ന തീരുമാനത്തിലാണെന്നും അദ്ദേഹം അറിയിച്ചു. ഗൗരിയമ്മ CPMന്റെ നിയന്ത്രണത്തിലാണെന്നും എങ്ങനെയെങ്കിലും CPMൽ ലയിക്കുക എന്നതാണ് ഗൗരിയമ്മയുടെ ലക്ഷ്യമെന്നും രാജൻ ബാബു കുറ്റപ്പെടുത്തി. എന്നാൽ JSSലെ ഭൂരിപക്ഷം പ്രവർത്തകരും തങ്ങൾക്കൊപ്പം ഉണ്ടാവുമെന്നും തങ്ങളാണ് യഥാർത്ഥ JSS എന്നും തർക്കമുള്ളവർക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഭൂരിപക്ഷം പ്രവർത്തകർ ഉള്ളവർക്ക് JSS എന്ന പേര് ലഭിക്കണമെന്നും രാജൻ ബാബു അവകാശപ്പെട്ടു. സ്വതന്ത്രമായി അഭിപ്രായം പറയുന്നവരെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുന്ന നയം പാർട്ടിക്കുള്ളിൽ സ്വീകരിക്കുന്നതായി സംസ്ഥാന സമ്മേളനത്തിൽ ബോധ്യപ്പെട്ടു. ഇത്തരത്തിൽ യോജിച്ച് മുന്നോട്ട് പോകുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെന്നും രാജൻ ബാബു പറഞ്ഞു. അതേസമയം രാജൻ ബാബുവിന്റെ നേതൃത്വത്തിലുള്ള JSS വിമതപക്ഷം ഞായറാഴ്ച വൈകുന്നേരം ആലപ്പുഴയിൽ പ്രത്യേക കൺവെൻഷൻ ചേരുമെന്നും അറിയിച്ചു. 20 വർഷങ്ങൾക്ക് മുമ്പ് CPMൽ നിന്ന് പുറത്താക്കപ്പെട്ട KR ഗൗരിയമ്മയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട JSS എന്ന പാർട്ടിയാണ് 6ാം സംസ്ഥാന സമ്മേളന വേളയിൽ പിളർപ്പിലേക്ക് നീങ്ങുന്നത്.